നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ക്ഷേമത്തിന്റെ സർക്കാർ വഴി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വിവിധ ജനക്ഷേമ തീരുമാനങ്ങളുമായി സർക്കാർ. പ്രീ പ്രൈമറി അധ്യാപകർക്കും ആയമാർക്കും വേതന വർധന. 100 വിദ്യാർത്ഥികളിൽ കൂടുതലുള്ള 33 അൺഎയ്ഡഡ് സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാനും മന്ത്രിസഭാ തീരുമാനം. പുതുക്കിയ ഓണറേറിയം അനുസരിച്ച് പ്രീ പ്രൈമറി അധ്യാപകർക്ക് 9,000 രൂപയും ആയമാർക്ക് 6,000 രൂപയും. അരിവാൾ രോഗം ബാധിച്ച മുഴുവൻ പേർക്കും 2,000 രൂപ വീതം ധനസഹായം. 700 മത്സ്യത്തൊഴിലാളികൾക്ക് 10 ലക്ഷം രൂപ വീതം ഭവന വായ്പ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി. ധനശ്രീ ലോട്ടറിക്ക് സ്ത്രീശക്തി എന്ന പേര് നൽകി 100 കോടി രൂപ സമാഹരിക്കാൻ സർക്കാർ തീരുമാനം. ഇതിൽ നിന്നുള്ള വരുമാനം വനിതാക്ഷേമത്തിന് ഉപയോഗിക്കുന്നതിന് പുറമെ 9 മേഖലകളിൽ കൂടി സ്ത്രീക്ഷേമം ഉറപ്പാക്കും. സോളാർ കേസിൽ സരിത എസ് നായരുടെ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുമെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉമ്മൻചാണ്ടിയുടെ മറുപടി. അന്വേഷണം വേണമെന്ന UDF ശുപാർശ ഗൌരവത്തിലെടുക്കും. സർക്കാരിന് യാതൊരു ഭീഷണിയുമില്ലെന്നും മുഖ്യമന്ത്രി. പ്രതിസന്ധിയിൽ താഴ്വര. ജമ്മു കാശ്മീർ സർക്കാർ രൂപീകരണ വിഷയത്തിൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയ്ക്ക് തുടർച്ച. സർക്കാർ രൂപീകരണത്തിന് മുമ്പ് സംസ്ഥാന വികസനത്തിനും സമാധാനത്തിനുമുള്ള നടപടികൾക്ക് കേന്ദ്രം സഹകരിക്കുമെന്ന് ഉറപ്പ് ലഭിക്കണമെന്ന് PDP. പ്രതിസന്ധി പരിഹരിക്കാൻ ഗവർണറോട് 10 ദിവസത്തെ സമയം ആവശ്യപ്പെട്ട് BJP. ഇരു പാർട്ടികളും സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന ആരോപണവുമായി നാഷണൽ കോൺഫറൻസ്. പ്രക്ഷോഭത്തിനൊരുക്കം. അഴിമതി സർക്കാരിന്റെ നയപ്രഖ്യാപനം നടത്തരുതെന്ന ആവശ്യവുമായി VSന്റെ നേതൃത്വത്തിൽ ഗവർണറുമായി LDF നേതാക്കളുടെ കൂടിക്കാഴ്ച. നിയമസഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായി VS. UDF ഭരണത്തിൽ അഴിമതികളുടെ അയ്യരികളിയെന്ന് പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ നിലനിൽക്കുന്നത് മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴുള്ള അതേ സാഹചര്യം. സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ ഗവർണറെ അറിയിച്ചതായും വിശദീകരണം. വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും സർക്കാരിനെതിരെ നിരന്തരം വിധി പുറപ്പെടുവിക്കുന്നു. അഴിമതിയിൽ മുങ്ങിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജിവെക്കണമെന്ന ആവശ്യവുമായി ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കുന്ന മറ്റന്നാൾ നിയമസഭാ മാർച്ച് നടത്താനും തീരുമാനം. മുനകൂർത്ത മുന്നറിയിപ്പ്. വരാനിരിക്കുന്നത് കോൺഗ്രസിന്റെ അലോസരത്തിന്റെ ദിനങ്ങളെന്ന മുന്നറിയിപ്പുമായി പിണറായി. സോളാർ കേസിൽ സരിത എസ് നായരുടെ ആരോപണങ്ങൾ വെളിവാക്കുന്നത് കോൺഗ്രസിന്റെ ജീർണത. അഴിമതി മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ വഴിനടക്കാൻ അനുവദിക്കില്ലെന്നും പിണറായി വിജയൻ. സരിതയുടെ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുമായി അവർക്കുള്ള ബന്ധം. പുറത്തുവിട്ട ടെലിഫോൺ സംഭാഷണങ്ങൾ നിഷേധിക്കാൻ ഒരു നേതാവും തയ്യാറായിട്ടില്ല. ഇനിയുള്ള സീഡികളിൽ എന്തെല്ലാം ഉണ്ടെന്ന് കണ്ടുതന്നെ അറിയണമെന്നും പിണറായിയുടെ ആക്ഷേപം. പേടി പടർത്താൻ സിക്ക വൈറസ് ഭീതിയിൽ ലോകം. കൊതുകിലൂടെ മാത്രമല്ല വൈറസ് ബാധയുള്ളവരുമായി ലൈംഗിക ബന്ധത്തിലൂടെയും സിക്ക പകരുമെന്ന് പുതിയ കണ്ടെത്തൽ. പ്രതിരോധ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്ന് ലോകാരോഗ്യ സംഘടന. ഇന്ത്യ ഉൾപ്പെടെ 22 രാജ്യങ്ങളിൽ യാത്രാ നിയന്ത്രണം. സിക്ക വൈറസ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് 24 രാജ്യങ്ങളിൽ. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രം 40 ലക്ഷം പേർ രോഗബാധയുടെ ഭീഷണിയിൽ. പൊതുജനാരോഗ്യത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന വൈറസിനെതിരെ അതിജാഗ്രത പുലർത്തണമെന്നും സംഘടന. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.